അപ്പം ഞാൻ മോളെയൊക്കെ മദ്രസക്ക് മുറിച്ചൊക്കെ കടത്തി കൊടുത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നിട്ട് വീണ്ടും കുക്കിങ്ങൊക്കെ തന്നെ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇന്ന് ഇഷ്ടമുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഒരു ക്യാരറ്റും ഉണ്ട്, ബീട്രൂട്ടും ബീട്രൂട്ടല്ല 2 ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് സ്റ്റൂ ആക്കാൻ തന്നെ കരുതി. അപ്പോൾ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ സമയം പോലെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അതുപോലെ തന്നെ നമ്മൾ സ്പോട്ട് ഡബിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടമൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ട് പാലൊഴിക്കുക. കറക്റ്റ് ഉപ്പ് നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ 1 മണിക്കൂർ വെക്കുക കേട്ടോ, കാരണം എന്തെങ്കിലും നല്ലോണം പൊങ്ങി വരുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഒക്കെ ഒരു കൈ കണക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ട്, കറക്റ്റ് എരിവാണ്. മുളകൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി, തിളക്കൊന്നും വേണ്ട. അപ്പോൾ ലാസ്റ്റ് ഇതിൽക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് ഗരം മസാലയാണ് കേട്ടോ, പിന്നെ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. എനിക്കല്ലാതെ തന്നെ നല്ല പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. പേസ്റ്റ് ഒന്ന് ചൂടായി വന്നു. ഇപ്പോൾ ഞാൻ വെള്ളപ്പം ചുട്ട് തുടങ്ങുകയാണ് കേട്ടോ. പേസ്റ്റൊക്കെ വാങ്ങി വെച്ചു. അപ്പം ഞാൻ ഇന്നൊരു പരീക്ഷണമാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇന്ന് വെള്ളപ്പം ചുട്ടെടുക്കുന്നത്. ഞാൻ സാധാരണ ചുട്ടെടുക്കുന്ന ചട്ടി ഇതല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യമായിട്ട് ചൂടാണല്ലോ അതിൽ വെള്ളപ്പം. അപ്പോൾ ഞാനൊരു കയ്യിൽ മാവ് തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കട്ടോ. നമ്മുടെ മാവ് ശരിക്കും പൊങ്ങി വന്നിട്ടൊന്നുമില്ലായിരുന്നു. വെച്ച് കൊടുക്കാം. ഇനി വെള്ളപ്പം ഒന്ന് തുറന്ന് നോക്കാം. ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു പോകുന്നുണ്ട്. നമ്മുടെ വെള്ളപ്പത്തിന് നമ്മളധികം സമയം മാവ് വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും കുറഞ്ഞ രീതിയിലൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളപ്പം ചുടുന്നതിനനുസരിച്ച് ഇങ്ങനെ നന്നായി വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ആ വെള്ളപ്പൊക്കെ ഞാനിവിടെ നല്ല ഈസി ആയിട്ട് തന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ ശരിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ സമയം ആവണതിനനുസരിച്ച് ഇങ്ങനെ നല്ലോണം വെള്ളപ്പം റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ഞാൻ ഒരു കയ്യിലുള്ളത് 3/4 കയ്യിലാക്കിയപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ട്, അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെ വെന്ത് കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ അതും റെഡിയായപ്പോൾ നമ്മുടെ വെള്ളപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെ ഓവർനൈറ്റ് വെക്കട്ടോ. ഞാൻ പിന്നെ എനിക്കിന്ന് സമയമുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ പെട്ടെന്ന് മോൻക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ധൃതി പിടിച്ചിട്ടുണ്ടാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ വെള്ളപ്പം കണ്ടില്ലേ, നല്ലോണം പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്, കണ്ടില്ലേ, വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കുണ്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ട വെച്ചെങ്കിൽ നമുക്ക് സാധാ നമ്മുടെ വെള്ളപ്പച്ചട്ടിയിലും ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ ചുട്ടെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ, നമ്മുടെ ഹെൽത്തിന് നല്ലതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത് ഇതിൽ തന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് മാത്രം ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടൊക്കെയാണ്. പിന്നെ 1 മണിക്കൂർ വെക്കുക. അപ്പോൾ അതൊക്കെ ഒന്നും മറക്കാതെ ചെയ്യട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വെള്ളപ്പം കഴിക്കാൻ. വെറുതെ തന്നെ ചായ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും, കാരണം നല്ല പച്ച തേങ്ങയൊക്കെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദാ നമ്മുടെ വെള്ളപ്പം ലാസ്റ്റ് ചുട്ട് കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ഡബിങ് ആണല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.